ആധുനിക കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പാകത്തിൽ അഗ്നിരക്ഷാസേനയെ പ്രാപ്തമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ അഞ്ചരക്കണ്ടി ബംഗ്ലാവ് മൊട്ടയിൽ നിർമ്മിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെന്റർ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന രാജ്യത്തെ തന്നെ സംസ്ഥാന നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്തതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി ഔപചാരികമായി അറിയിക്കട്ടെ. ഇത്തരമൊരു പ്രൊഫഷണൽ അക്കാദമിക് സ്ഥാപനം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായാണ് രാജ്യത്ത് ഉണ്ടാകുന്നത്. സാധാരണഗതിയിലെ സർവകലാശാലകൾ, അക്കാദമിക് സ്ഥാപനങ്ങളെല്ലാമാണ് ഇത്തരം കോഴ്സുകൾക്ക് നേതൃത്വം നൽകുക. പക്ഷേ പ്രായോഗിക അനുഭവ സമ്പത്ത് ഈ രംഗത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനാണ്. അപ്പോൾ ആ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു അക്കാദമിക് മേഖലയിൽ കടന്നു വരുന്നു എന്നത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. ഈ പദ്ധതിക്കായി 20 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. ആവശ്യമായ സാങ്കേതിക അനുമതികളും ലഭ്യമായിട്ടുണ്ട്. 18 മാസത്തിനുള്ളിൽ തന്നെ ഈ കെട്ടിടം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലം കണ്ടെത്തുന്നതിന് ഇടയാക്കിയ ഒരു ഭാഗവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ. ഇവിടെയുള്ള ഒരാൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇങ്ങനൊരു സ്ഥലം ഇവിടെ കിടക്കുകയാണ്, കാട് പിടിച്ച് കെട്ടിക്കിടക്കുകയാണ്. കണ്ട മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ വന്ന് ചേരുന്നു, നാട്ടുകാർക്കൊരു ശല്യമായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്തായിരുന്നു. എന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ആ കത്തിലൂടെ ചോദിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ വന്നുകൂടെ എന്നതിനെ പറ്റിയുള്ള ആലോചനക്ക് തുടക്കം കുറിക്കുന്നത്. ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച KK രാഗേഷ് അതുമായി ബന്ധപ്പെട്ട് നല്ല തുടർ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ശ്രീമതി സന്ധ്യയായിരുന്നു. അവരും ഈ അക്കാദമിക് രംഗത്ത് ഇത്തരമൊരു സ്ഥാപനം വരുന്നതിൽ നല്ല താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. ഏതായാലും അതിന് തുടക്കം കുറിച്ചതൊരു കത്താണ്. ആ കത്ത്
എൻ്റെ ഓർമ്മയൊരു സ്ത്രീ അയച്ചു എന്നാണ്. ഏതായാലും ആ കത്താണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളാണ് അയച്ചത്? ശരി, അതാണ്. അപ്പോൾ എങ്ങനെയാണ് നാടിൻ്റെ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് എന്നതാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. ചിലപ്പോൾ ഇരിക്കട്ടെ ഒരു കത്ത് എന്ന മട്ടിൽ ചിലർ അയക്കുകയാണ് കത്ത്. എന്നാലും അതെല്ലാം നാടിൻ്റെ പ്രശ്നമായി ഗൗരവമായി ആലോചിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ അത് പ്രയോഗത്തിൽ വരാനിടയായത്. ഫയർ സയൻസ് മേഖലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണ സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. ഇവിടെ 4 ഏക്കർ ഭൂമിയുണ്ട്. ഈ കേന്ദ്രത്തിന് അക്കാദമിക് ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ കെട്ടിടം, റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ എല്ലാം ഉൾപ്പെടും. 6447 ചതുരശ്ര മീറ്ററിൽ 5 നിലകളിലുള്ള അക്കാദമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണമാണ് 1ാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന നിലക്കാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുക എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളിലാകെ ഏറ്റവും നല്ല മതിപ്പ് നിലനിൽക്കുന്ന ഒരു ഘട്ടമാണിത്. കാരണം ഇത്തരം നമ്മുടെ നാട് പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ എല്ലാ ദുരന്തഘട്ടങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും നമ്മുടെ യൂണിഫോം ഫോഴ്സുകൾ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ V ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.